ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിൾ ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇനി അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. 10 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, ഒരു 8 ചെറിയ ഉള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനു വേണ്ടി 1 കിലോ ബീഫ് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി, വലിയ ജീരകം, ചെറിയ ഉള്ളി, 3 ടേബിൾ സ്പൂണ് വറ്റൽമുളക് ക്രഷ് ചെയ്തത്, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. ഇനി ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി മൂടി വെച്ച് വേവിച്ചെടുക്കുക. 6 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫാക്കി എയറൊക്കെ പോയതിന് ശേഷം ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുക്കറിനനുസരിച്ചും ബീഫിനനുസരിച്ചും വേവിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 3 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ടതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്ത്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. എരിവ് വേണ്ടാത്തവർക്ക് ഈ ഭാഗം ഒഴിവാക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് സ്പൈസി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അള്ളാ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണേ. അതുപോലെ അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകൾക്കും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്.